ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പ്രഗ്നൻറ്റ് ടൈമിൽ എങ്ങനെയാണ് സാരി ഡ്രേപ്പിംഗ് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു സാരിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ മാച്ചിങ്ങിന് സ്കേർട്ടില്ല, അതുകൊണ്ട് ഞാനൊരു ഓറഞ്ച് സ്കേർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് പിന്നെ ലൈറ്റ് കളറൊന്നും അല്ലാത്ത കാരണം ഏത് സ്കേർട്ടായാലും ഇടാം. പിന്നെ സാരി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലൗസിന് തൊട്ട് താഴെയായിട്ട് സ്കേർട്ട് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇരിക്കുക, നിൽക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ സമയങ്ങളൊക്കെ ആകുമ്പോൾ സ്കേർട്ട് താഴേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ വീഡിയോ ആക്ച്വലി സെൽഫിയിലെടുത്ത കാരണം സൈഡ് ചേഞ്ച് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അതുപോലെ നമ്മൾ എപ്പോഴും ലെഫ്റ്റിലേക്ക് സ്കേർട്ട് കെട്ടാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങാനും ലൂസാവുക അല്ലെങ്കിൽ ടൈറ്റ് ആവുക ഒക്കെ ആണെങ്കിൽ നമുക്കത് അഴിച്ച് കെട്ടാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ചുറ്റിയിട്ട് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഞൊറിഞ്ഞിട്ട് തല ഇടുകയാണ് ചെയ്യുന്നത്, തലഭാഗം. അപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യമേ തലയുടെ നീളം അളന്ന് നമുക്ക് അതിനനുസരിച്ച് ഇടാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമ്മൾ എല്ലാം ഉടുത്തതിന് ശേഷം ആകുമ്പോൾ വയറൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ആ ഭാഗത്ത് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ബാക്കിലേക്ക് അധികം തലഭാഗം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ചുറ്റൽ കഴിഞ്ഞതിന് ശേഷം തലഭാഗം ചുറ്റി ബാക്കിലേക്ക് ഇടണം. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ സൂചി വെച്ച് പിൻ ചെയ്യാനായിട്ട് വിട്ടു പോകരുത്. അതല്ലെങ്കിൽ നമുക്കത് പിന്നെയും ഞൊറിയേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ ഞൊറിഞ്ഞതൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഹാഫ് പോർഷൻ കഴിഞ്ഞു. ഇപ്പോൾ തലഭാഗമൊക്കെ കറക്റ്റ് അളവിന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചുറ്റുഭാഗവും എടുത്തിട്ട് പിൻ ചെയ്യാൻ, ഉള്ളിലേക്ക് വെച്ച് പിൻ ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഞെറിയാൻ വേണം. പിന്നെ നോർമൽ ടൈമിൽ ചെയ്യുന്നത് പോലെ ഒത്തിരി പിന്നൊക്കെ കുത്താതിരിക്കുകയാണ് നല്ലത്. ഒന്നാമത്തെ കേസ്, നമ്മൾ 10th സെൻറ്റ് ഓഫിനൊക്കെ കൊടുക്കില്ലേ, അതുപോലെ ആയിപ്പോവും. ഭയങ്കര ഒരു റെഡിമെയ്ഡ് പോലെ ആയിപ്പോവും. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അധികം സൂചിയൊക്കെ ചേർത്ത് നമ്മൾ പിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇരിക്കുകയോ നിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എങ്ങാനും വിട്ടുപോയാൽ നമ്മുടെ ദേഹത്ത് കുത്താനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം സൂചിയൊക്കെ അവോയ്ഡ് ചെയ്യാണ് നല്ലത്. ഇപ്പോൾ ഭാഗം ബാക്കിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് നല്ലതുപോലെ ഞൊറിയുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാരി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ 2 കാലും നല്ല രീതിയിൽ തന്നെ അകത്തി വെക്കണം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ചെരുപ്പാണോ യൂസ് ചെയ്യുന്നത് ആ ചെരുപ്പിട്ടതിന് ശേഷം മാത്രം സാരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ സാരി എടുത്തിട്ട് പുറത്തിറങ്ങുന്ന നേരത്തായിരിക്കും ചെരുപ്പിനനുസരിച്ചാകുമ്പോൾ ചിലപ്പോൾ സാരി കയറി നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ചെരുപ്പിട്ടതിന് ശേഷം എടുക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നവുമില്ല, നല്ല കറക്റ്റായിട്ട് നിൽക്കും. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിലത്തെ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഞെറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഞെറിഞ്ഞത് വേണമെങ്കിൽ പിൻ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അതങ്ങനെ അഴിയൊന്നുമില്ല. പക്ഷേ മറ്റ് സൈഡ് ഭാഗത്തൊക്കെ പിൻ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ സമയത്ത് നമുക്ക് ഏതാണോ കംഫർട്ടബിൾ തോന്നുന്നത് അങ്ങനത്തെ ടൈപ്പ് സാരി ഉടുക്കുകയാണ് നല്ലത്. നേരെ മറിച്ച് ഒത്തിരി പട്ട് പോലത്തെയൊക്കെ എടുത്താൽ ഒത്തിരി ചുളിയാനും ഒക്കെ ആകുമ്പോൾ നമ്മൾ അത്രയും നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ക്ഷീണം, തളർച്ച ഒക്കെ തോന്നും. നേരെ മറിച്ച് ഒരിത്തിരി എന്താ പറയുക, ഒഴുകി കിടക്കണതും അല്ലെങ്കിൽ അത്ര ഫുൾ കോട്ടൺ ടൈപ്പ് അല്ലാത്ത ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, അത്ര പോളിസ്റ്റർ പോലത്തെ അല്ലാത്തതും അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ കോട്ടൺ ടൈപ്പ് ആകുമ്പോൾ നമുക്കധികം ചൂടെടുക്കില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒന്ന് നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 1/4 ഭാഗം ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ ഞെറിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചിടുക മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. താങ്ക് യു.